ഇന്നത്തെ നമ്മളെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രണയബന്ധത്തിൻ്റെ രഹസ്യം എന്താണെന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അത് നിങ്ങൾക്കൊരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് ഈ ഒരു വ്യക്തിയുമായിട്ട് എനിക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതുമാത്രമല്ല നിങ്ങൾക്ക് ഒരു സോൾ പർപ്പസ് കൂടിയുണ്ട് ഈ ഒരു ആളുമായിട്ട്, ഈ ഒരു കണക്ഷനിലുള്ള ഒരാളുമായിട്ട് സോൾ പർപ്പസ് കൂടിയുണ്ട് ഈ ഒരു ജന്മത്ത് എന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ആ സോൾ പർപ്പസ് നിങ്ങൾക്ക് നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ഒരു വ്യക്തിയെ കണ്ടുമുട്ടിയിട്ടുള്ളത് എഗെയിൻ. കാരണം ഈ ഒരു ആളുമായിട്ട് കഴിഞ്ഞ ജന്മത്തിൽ ഒരു പാസ്റ്റ് ലൈഫ് കർമ്മ ഇവിടെ എന്തായാലും കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ജന്മത്ത് ആ ഒരു കർമ്മം നിങ്ങൾക്ക് തീർക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വ്യക്തിയുമായിട്ട് എഗെയിൻ നിങ്ങൾ കണ്ടുമുട്ടിയിട്ടുണ്ടായിരിക്കുക. ഈ ഒരു കണ്ടുമുട്ടുന്നതോട് കൂടിയിട്ട് തന്നെ നിങ്ങൾക്ക് പലതരത്തിലുള്ള അനുഭവങ്ങൾ നിങ്ങൾ എന്താ പറയുക, ഒട്ടും നമ്മൾക്ക് കണ്ണുകൊണ്ട് വിശ്വസിക്കാൻ പറ്റാത്തതായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ യൂണിവേഴ്സൽ നമ്പേഴ്സ്, അല്ലെങ്കിൽ പ്രകൃതി തന്നെയായിട്ട് നമുക്ക് കാണിച്ചു തരുന്ന ഒരുപാട് എന്താ പറയുക സിഗ്നൽസുകൾ, അതൊക്കെ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്നതിന് ശേഷമായിരിക്കും ശ്രദ്ധിച്ചു തുടങ്ങിയിട്ടുണ്ടായിരിക്കുക. ഓഫ് കോഴ്സ് ഈ ഒരു ടാരോ കാർഡ്സ് തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിട്ടുണ്ടായിരിക്കുക ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ പേരിലായിരിക്കും. നിങ്ങൾക്ക് മുമ്പ് എത്ര റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നിട്ടുള്ള ഒരുപാട് റിലേഷൻഷിപ്പ്, ഒന്നോ രണ്ടോ റിലേഷൻഷിപ്പൊക്കെ കഴിഞ്ഞ് വന്നവരാണെങ്കിലും ഓൾറെഡി നിങ്ങൾ മാരീഡ് ആയിട്ടുള്ളവരെ ഒരുപാട് പേര് ഇവിടെ കാണുന്നുണ്ട്. മാരീഡ് ആയിട്ടുള്ള മീൻസ് മാരീഡ് ആയിട്ടുള്ളവരും അവരുമായിട്ടല്ല വേറൊരാളുമായിട്ടാണ് റിലേഷൻഷിപ്പിലായിട്ട് മുന്നോട്ട് പോകുന്നതായിട്ട് ഒരുപാട് കാണുന്നുണ്ട്. അപ്പോൾ അവർക്കാണെങ്കിൽ ആ ഒരു വ്യക്തിയോട് തോന്നാത്ത എന്തെന്നില്ലാത്ത ഒരു അടുപ്പം, മാനസികമായിട്ടൊരു എന്താ പറയുക, ഒരു കൊളത്തിപ്പിടിക്കലൊക്കെ ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും. ബിക്കോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു പാസ്റ്റ് ലൈഫ് കർമാസ് ആണ്. പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ ഈ ഒരു വ്യക്തിയുമായിട്ടുള്ളൊരു കർമ്മം പൂർത്തീകരിക്കാനായിട്ട് കഴിഞ്ഞിരുന്നില്ല. നിങ്ങൾക്കും ഈ ഒരു വ്യക്തിക്കും പാസ്റ്റ് ലൈഫിൽ നിങ്ങൾക്ക് ഉണ്ടായിരുന്ന സമയത്ത്, റിലേഷൻഷിപ്പിലാണോ അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിലും ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണുമായിട്ട് മുന്നോട്ട് ആ ഒരു കർമ്മം അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം നിറവേറ്റാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരിക്കില്ല. ആ ഒരു കാര്യം തന്നെയാണ് ഈ ഒരു ജന്മത്തും നിങ്ങൾക്കിവിടെ ഈ ഒരു ജന്മത്തിൽ ഈ ഒരു പേഴ്സണുമായിട്ട് കണ്ടുമുട്ടേണ്ടി വന്നതും. അതിലൂടെ നിങ്ങൾക്ക് ആ കഴിഞ്ഞ ജന്മത്തെ കർമ്മം ഈ ഒരു ജന്മത്ത് നിങ്ങൾക്ക് നിറവേറ്റാനും കൂടി വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഇപ്പം നിങ്ങളായിരിക്കും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും ആ ഒരു പേഴ്സണിൽ നിന്നിട്ടുള്ള ഒരു ഗ്യാപ്പ്, റിജക്ഷൻ മീൻസ് നിങ്ങൾ ഒരുപാട് സ്റ്റാർട്ടിങ്ങിൽ നല്ല രീതിയിൽ പോവുകയും പിന്നീട് അങ്ങോട്ട് ആ ഒരു പേഴ്സണിൽ നിന്നും ഒരുപാട് എന്താ പറയുക, നിങ്ങളെ ഒരു കുറച്ച് അങ്ങോട്ട് കഴിയുമ്പോഴേക്കും നിങ്ങളോടൊരു ഇഷ്ടമില്ലായ്മ അല്ല, ഒരുപാട് ഗ്യാപ്പുകൾ. നിങ്ങൾ കോൾ ചെയ്യുമ്പോൾ പണ്ടൊക്കെ ചാടിക്കേറി എടുത്തിരുന്ന ആൾക്കാർ ഇപ്പോൾ എടുക്കാതാവുകയും മെസ്സേജിന് റിപ്ലൈ വളരെ വൈകിട്ട്, ഇപ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലൊക്കെ ആണെങ്കിൽ ഒരുപാട് റിപ്ലൈകളും മെസ്സേജുകളൊക്കെ ആയിട്ട് വന്ന വ്യക്തിക്ക് ഇപ്പോൾ റിപ്ലൈ തരാനായിട്ട് ടൈമില്ല, ഫോൺ വിളിക്കാനായിട്ടുള്ള ടൈമില്ല, നേരിട്ട് കാണാനായിട്ട് പറ്റത്തില്ല, അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരിക്കാം. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ജന്മം ഈ ഒരു വ്യക്തിയോട് നിങ്ങൾ ഇക്കാര്യങ്ങളൊക്കെ ഈ ഒരു വ്യക്തിയോട് വളരെയധികം നിങ്ങൾ വിഷമിപ്പിച്ചിട്ടുള്ളതായിട്ടാണ് കാണുന്നത് കഴിഞ്ഞ ജന്മത്ത്. അതുകൊണ്ടാണ് ഈ ജന്മത്ത് ഈ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് ഒരുപാട് വിഷമങ്ങളായിട്ട് ഏറ്റുവാങ്ങേണ്ടതായിട്ട് കഴിഞ്ഞത്. അപ്പോൾ ഈ ഒരു ജന്മത്ത് നിങ്ങൾക്ക് പലപ്പോഴും എനിക്കിവിടെ ഫുൾ എനർജി എടുത്ത് നോക്കുമ്പോൾ കുറേ പേര് ഫിനാൻസ് ആൻഡ് ക്യാഷുമായിട്ട്, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യുന്നവരോ അല്ലെങ്കിൽ അങ്ങനെ ഒരേ സ്ഥലത്ത് വർക്ക് ചെയ്ത് എന്തെങ്കിലും ഫിനാൻസോ എന്തെങ്കിലും ബിസിനസ് പാർട്ട്നേഴ്സോ അങ്ങനെയൊക്കെ ആയിട്ട് കാണുന്നുണ്ട് ഒരുപാട് പേരുടെ. പിന്നെ ഫാമിലി ഇൻവോൾവ് ആയിട്ട് ഒരുപാട് പേർക്ക് ഇവിടെ കാണുന്നുണ്ട്. എന്തെങ്കിലും ഒരു തേർഡ് പാർട്ടി എനർജി ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ഈ ഒരു പേഴ്സണ് തേർഡ് പാർട്ടി എനർജിയുമായിട്ട് അവർക്ക് എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തി, അല്ലെങ്കിൽ തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഫാമിലി ഇൻവോൾവ്മെൻ്റ് ആവാം, ഫാമിലി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി ബോയ് ഓർ ഗേൾ അങ്ങനെയുള്ളൊരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത് എന്തോ ഈ ഒരു സമയത്തേക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇൻവോൾവ്ഡ് ആയിട്ടുള്ളതായിട്ട് ഒരുപാട് അധികം കാണുന്നുണ്ട്. അതിൻ്റെ പേരിൽ നിങ്ങൾ ഒരുപാട് വിഷമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ എത്രയൊക്കെ പറഞ്ഞാലും അദ്ദേഹം നിങ്ങളെ ആ ഒരു കാര്യം ഒന്ന് നന്നാക്കി എടുക്കാനോ അല്ലെങ്കിൽ അതിനെ ഒഴിവാക്കാനോ ആ ഒരു പേഴ്സൺ ചിലപ്പം എന്താ പറയുക സമ്മതിക്കുന്നുണ്ടായിരിക്കില്ല. അത് നിന്റെ തോന്നലാണ്, അങ്ങനത്തെ ഉള്ള ഒരു രീതിയിലായിരിക്കും പോകുന്നുണ്ടായിരിക്കുക. പക്ഷെ കഴിഞ്ഞ ജന്മത്ത് നിങ്ങൾക്കായിരുന്നു ഇങ്ങനൊരു തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻ അല്ലെങ്കിൽ തേർഡ് പാർട്ടി ഇൻവോൾവ്മെന്റ് നിങ്ങളുടെ ഭാഗത്തു നിന്നായിരുന്നു ഏറ്റവും അധികം കണ്ടിട്ടുണ്ടായിരിക്കാം. ആ ഒരു പേഴ്സൺ നിങ്ങളുടെ ഇതിൽ ഒരുപാട് വിഷമിച്ചിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. പിന്നെ
ഒരുപാട് ഓൾറെഡി മാരീഡ് ആയിട്ടുള്ളവരാണ് ഇതിലേക്ക് കാർമിക് പാർട്ട്നേഴ്സ് ആയിട്ട് വന്നിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഓൾറെഡി മാരീഡ് ആയി സുഖജീവിതം നയിച്ചു കൊണ്ടുപോകുന്ന ആൾക്കാർക്ക് വേറെ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നതായിട്ട് കാണുന്നുണ്ട്. മോസ്റ്റ് ഓഫ് ദമ്മിനും അതൊരു കാർമിക് ആയിട്ടുള്ള പാർട്ട്നേഴ്സ് ആയിട്ട് ഇവിടെ കാണുന്നുണ്ട്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതിൻ്റെതായിട്ടുള്ള സെൻസിൽ എടുക്കാം. പേഴ്സണൽ റീഡിംഗ് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുകയും വാട്ട് ടൈപ്പ് ഓഫ് എന്ത് ടൈപ്പാണ് ഇതിൽ ബന്ധമെന്ന് നിങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നുണ്ടായിരിക്കും. അതിലൊരു തേർഡ് പാർട്ടി ചീറ്റിംഗ് എനർജി ഈ റീഡിംഗ് കാണുന്നവരുടെ ഇടയിൽ തേർഡ് പാർട്ടി ചീറ്റിംഗ് എനർജി വളരെ നന്നായിട്ട് തന്നെ കാണുന്നുണ്ട്. അതുമൂലമായിരിക്കാം ഏറ്റവും അധികം പ്രോബ്ലംസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കും ഈ ഒരു ബന്ധത്തിൽ. അത് മാത്രമല്ല ആ ഒരു പേഴ്സണിൽ നിന്നും ഉള്ളൊരു അകൽച്ച കാര്യങ്ങൾ ഇവ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്ന പോലെയല്ല, ഇപ്പോൾ കുറേയൊക്കെ അകൽച്ച കാര്യങ്ങളൊക്കെ അത് നിങ്ങളെ ഒരുപാട് വിഷമിപ്പിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ സോള് അവർക്ക് വേണ്ടിയിട്ട് ഭയങ്കര ക്രേവി ആയിട്ട് നിൽക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. പക്ഷേ ആ ആള് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ പോലും ആ ആൾക്ക് നിങ്ങളിലേക്ക് വരാനായിട്ടുള്ളൊരു ബ്ലോക്കേജ് കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ജന്മം കൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരോട് മാപ്പ് നൽകുക, അത് ഫോർഗീവ് ചെയ്യുക, അവരുടെ പ്രവർത്തികൾക്ക് ഫോർഗീവ് ചെയ്ത് കൊടുക്കുക. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് പാസ്റ്റ് ലൈഫ് കർമ്മയാണ് ഈ ഒരു പ്രണയത്തിന്റെ രഹസ്യം അല്ലെങ്കിൽ പ്രണയത്തിന്റെ ഉദ്ദേശം എന്ന് തന്നെ പറയുന്നത് പാസ്റ്റ് ലൈഫ് കർമ്മയാണ്. ഇവിടെ ഈ ഒരു സോളുമായിട്ട് നിങ്ങൾക്ക് തീർക്കേണ്ടതായിട്ടുള്ളൊരു പാസ്റ്റ് ലൈഫ് കർമ്മയുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സോളുമായിട്ട് ഈ ഒരു ജന്മത്തും ഇതുപോലെ ആ ഒരു നിങ്ങൾക്കിപ്പോൾ ചില കാര്യങ്ങൾ ഇപ്പോൾ തേർഡ് പാർട്ടി ചീറ്റിംഗ് എനർജിയിലുള്ള ഒരു വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്നൊന്നും ആ ഒരു വ്യക്തിയോട് ക്ഷമിക്കാനായിട്ട് പറ്റില്ല. പക്ഷെ ക്ഷമിക്കണം എന്നതാണ് ഇവിടെ യൂണിവേഴ്സിന്റെ അഭിപ്രായം. കാരണം നിങ്ങൾ കഴിഞ്ഞ ജന്മത്തെ അദ്ദേഹത്തോട് ചെയ്ത തെറ്റുകൾ തന്നെയാണ് ഈ ജന്മത്ത് നിങ്ങൾക്ക് ആളിൽ നിന്നും അനുഭവിക്കേണ്ടതായിട്ട് വരുന്നത്. അതാണ് മെയിനായിട്ട് ഇവിടെ കാണുന്നത്. പിന്നെ സോൾ പർപ്പസ് ഉണ്ട്. എന്തുകൊണ്ടൊക്കെയോ കഴിഞ്ഞ ജന്മത്ത് ഒരുമിക്കാനായിട്ട് കഴിയാത്തവർ, ഒന്ന് ഇവിടെ കഴിഞ്ഞ ജന്മത്ത് ചീറ്റ് ചെയ്ത വ്യക്തികൾ, അതായത് കർമ്മം, കഴിഞ്ഞ ജന്മത്തെ കർമ്മം ഈ ഒരു വ്യക്തിയോട് നിങ്ങൾ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം ഈ ഒരു അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും എഗെയിൻ ഈ ഒരു ആളുമായിട്ട് കണ്ടുമുട്ടാനും നിങ്ങൾക്ക് അവരിൽ നിന്നും വിഷമങ്ങൾ ഉണ്ടാവാനുമുള്ള ഒരു ചാൻസ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഒരുപാട് പേർക്ക് നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ ലവേഴ്സ് ആയിരുന്നു. എല്ലാവരും ഒട്ടുമിക്ക പേരും ലവേഴ്സ് ആയിരുന്നു, കമ്മിറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയായിരുന്നു എന്നാണ് കാണിക്കുന്നത്. അവിടെ നിങ്ങൾക്ക് പലതരത്തിലുള്ളൊരു ഫാമിലി ഇൻവോൾവ്മെൻറ്റ് അല്ലെങ്കിൽ റിലീജിയസ് ആയിട്ടുള്ള ഫാക്ടേഴ്സ്, മതപരമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടൊക്കെ ഒന്നിക്കാനായിട്ട് കഴിയാണ്ട് പോയവരും ഇവിടെ കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയുമായിട്ട് പല എന്താ പറയുക, എന്തെങ്കിലും റിലീജിയസ് ആയിട്ടുള്ള കാരണങ്ങൾ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ഏജ് ഡിഫറൻസ്, അതായത് വളരെയധികം ഏജ് ഡിഫറൻസ് നിങ്ങൾ തമ്മിൽ, ഇപ്പം സ്ത്രീകൾക്കാണെങ്കിൽ സ്ത്രീകൾ ഏജ് കൂടുതലും അല്ലെങ്കിൽ പുരുഷന്മാരുടെ ഏജ് കുറവും ഉള്ള ഒരു റിലേഷൻഷിപ്പായിട്ട് ഒരുപാട് കാണുന്നുണ്ട്. അതുമാത്രമല്ല പിന്നെ വളരെയധികം ഏജ് ഡിഫറൻസിലുള്ള ആൾക്കാരുമായിട്ട് ഇവിടെ കാണുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ കാസ്റ്റ്, റിലീജിയൻ, സോഷ്യൽ സ്റ്റാറ്റസിൽ സോഷ്യലി നോക്കുമ്പോൾ ഒരുപാട് എഗെയിൻസ്റ്റുകൾ വരുന്ന ഒരു ബന്ധമായിരുന്നു കഴിഞ്ഞ ജന്മത്തേതായിട്ട് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെയായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു ജന്മത്തും ഉണ്ടായിട്ടുണ്ടായിരിക്കുക. അതായത് എന്താ പറയുക, സ്ത്രീകൾക്ക് അതേ റിപ്പീറ്റേഷൻ തന്നെയായിരിക്കും ഈ ജന്മത്തും നിങ്ങൾക്ക് വരുന്നുണ്ടായിരിക്കുക. അപ്പോൾ എന്താ പറയുക, ഫാമിലിയിൽ നിങ്ങൾക്ക് ഫാമിലി അഗെയിൻസ്റ്റ് ആയിട്ടോ എന്തെങ്കിലുമൊക്കെ നിൽക്കുന്നുണ്ടായിരിക്കും. കഴിഞ്ഞ ജന്മത്ത് പൂർത്തീകരിക്കാൻ പറ്റാത്ത ആ ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ ഈ ഒരു ജന്മത്ത് വന്നിട്ടുണ്ടായിരിക്കുക. പക്ഷേ നിങ്ങൾക്ക് ഇപ്പോഴും ഫാമിലി ഇൻവോൾവ്ഡ് ആയിട്ട് ഉണ്ടായിട്ടുണ്ടായിരിക്കും. ഫാമിലി അല്ലെങ്കിൽ ഫ്രണ്ട്സ് അല്ലെങ്കിൽ സൊസൈറ്റി കാരണം സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നവർ, ഒന്നിക്കാൻ പറ്റാതെ നിൽക്കുന്നവരായിട്ട് കാണുന്നുണ്ട്. അതേ ഒരു സിറ്റുവേഷൻ തന്നെയാണ് കഴിഞ്ഞ ജന്മത്തും നിങ്ങളിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കുക. ഈ ഒരു ജന്മത്തും അത് തന്നെയാണ് റിപ്പീറ്റേഷൻ ഇവിടെ വരുന്നത്. പക്ഷേ അതിൽ നിന്നുമെല്ലാം മറികടന്ന് നിങ്ങൾ എങ്ങനെ ഒന്നിക്കും മീൻസ് എല്ലാ രീതിയിലും ഒരു മാരേജ് ലൈഫ് അങ്ങനെ ഞാൻ പറയുന്നില്ല, പക്ഷെ ഒന്നിച്ച് മുന്നോട്ട് പോയി ആ സോൾ പർപ്പസ് എൻഡാക്കും. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അത് മനസ്സിലാക്കണം. പല രീതിയിലും ഉണ്ട് അത്. ഇപ്പോൾ പറഞ്ഞ പോലെ സെൽഫ് ലവ് കാര്യങ്ങൾ, സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടാക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ഇൻവോൾവ് ആണ്. അപ്പം ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ഒരു ബന്ധത്തിൻ്റെ രഹസ്യം എന്താണെന്നാണ്. അപ്പോൾ കഴിഞ്ഞ ജന്മത്തിൻ്റെ ബാക്കി കർമ്മയാണ് ഈ ഒരു ജന്മത്തിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ട് വരാനായിട്ട് ഇവിടെ വന്നിട്ടുള്ളത്.